നിങ്ങൾ ഐഫോൺ ഓൺലൈനിൽ നിന്ന് വാങ്ങി വിചാരിച്ചോളൂ. നിങ്ങൾ അത് കൈപ്പറ്റണ വീഡിയോ എന്തായാലും നിങ്ങൾ ആദ്യം എടുക്കണം. ആ വീഡിയോ എടുത്തിട്ട് അയാളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഐഫോൺ പൊളിച്ചിട്ട് ആദ്യം സെറ്റിംഗ്സിൽ പോവുക. എന്നിട്ട് ജനറൽ ഓപ്ഷൻ എടുക്കുക, പിന്നെ എബൌട്ട് ഓപ്ഷൻ എടുക്കുക. അവിടെ IMEI നമ്പർ ആൻഡ് സീരിയൽ നമ്പർ കാണാൻ പറ്റും. ആ സീരിയൽ നമ്പർ IMEI നമ്പർ അവിടെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഗൂഗിളിൽ പോയിട്ട് ആപ്പിൾ ചെക്ക് കവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു വെബ്സൈറ്റ് എന്തായാലും നിങ്ങൾക്ക് വരും. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഈ സീരിയൽ നമ്പർ കോപ്പി ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഒറിജിനൽ ഐഫോൺ ആണെങ്കിൽ അത് എന്തായാലും ആപ്പിൾ തിരിച്ചറിയും. ഇല്ലെങ്കിൽ ഇൻവാലിഡ് സീരിയൽ നമ്പർ എന്തായാലും എഴുതി കാണിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആപ്പിളിൽ iOS മാത്രമേ ഉള്ളൂ, ആൻഡ്രോയിഡ് ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ഐഫോണിൽ അങ്ങനെയല്ല, ആൻഡ്രോയിഡ് വിത്ത് iOS ഉണ്ടാവും. ഇത് തിരിച്ചറിയണമെങ്കിൽ സെറ്റിംഗ്സിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളുടെ മൊബൈലിൽ എന്തായാലും പ്ലേ സ്റ്റോർ ഉണ്ടാവും. പ്ലേ സ്റ്റോർ ഉണ്ടെങ്കിൽ അത് ആൻഡ്രോയിഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ഫോണാണ്. കാരണം ഒറിജിനൽ ആപ്പിൾ സ്റ്റോറിൽ എന്തായാലും പ്ലേ സ്റ്റോർ കാണില്ല, ആപ്പിളിന്റെ സ്റ്റോർ മാത്രമേ കാണുകയുള്ളൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഒറിജിനൽ ഐഫോണിൽ എഡ്ജ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഷാർപ്പ് ആയിരിക്കും, നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് അതിൽ ഉപയോഗിക്കുക. പക്ഷെ ഫേക്ക് ഐഫോണിൽ അങ്ങനെയല്ല, ബട്ടൺ തന്നെ കുറച്ച് ലൂസ് ഉണ്ടാവും, പ്ലാസ്റ്റിക്കിലായിരിക്കും അതിന്റെ സൈഡും എഡ്ജൊക്കെ ശരിക്കും പറഞ്ഞാൽ മേക്ക് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത് നോക്കേണ്ട ആപ്പിളിന്റെ ലോഗോ ആണ്. ആപ്പിളിന്റെ ലോഗോയില് ഒറിജിനലിലാണെങ്കിൽ കറക്റ്റ് സെന്റേർഡ് ആയിരിക്കും. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റിൽ അങ്ങനെയല്ല, സെന്റേർഡിന്ന് കുറച്ച് മുകളിൽ